ഹായ് ഓൾ വെൽക്കം ടു ഷാസ് വേൾഡ്. അപ്പോൾ നമ്മളിന്ന് വന്നിട്ടുള്ളത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പുഡിങ്ങിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അപ്പോൾ നമുക്കതെങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് അറിയാനായിട്ട് അപ്പോൾ ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 3 ടേബിൾ സ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കുന്നുണ്ട്. നമുക്കൊന്ന് കാരമലൈസ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് നമുക്കിതിലേക്ക് ഇതിൻ്റെ പകുതി 1.5 ടേബിൾ സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുക്കാം. എത്രയാണോ നമ്മൾ പഞ്ചസാര എടുക്കുന്നത് അതിൻ്റെ പകുതി വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. ഇനി നമുക്കിതൊരു മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ കാരമലൈസ് ചെയ്തെടുക്കണം. ലോ ഫ്ലെയിമിൽ വെക്കരുത് എപ്പോഴും കാരമലൈസ് ചെയ്യുമ്പോൾ, കാരണം ഇങ്ങനെ ക്രിസ്റ്റൽസ് ഫോം ചെയ്യും. അപ്പോൾ അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് മീഡിയം ടു ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചിട്ട് കാരമലൈസ് ചെയ്തെടുക്കാനായിട്ട് പറയുന്നത്. അപ്പോൾ അത് നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരുപാട് കളർ ചേഞ്ചായി പോവേണ്ട, അപ്പോൾ പിന്നെ ഒരു കയ്പ്പ് രസം വരും. എനിക്ക് കുറച്ചൊരു ഡാർക്കായിട്ടുള്ള കാരമലൈസ്ഡ് ആയിട്ടുള്ളതാണ് ഇഷ്ടം, അതുകൊണ്ട് ഞാൻ കുറച്ച് ഡാർക്കായിട്ട് എടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് അത്രയും ഡാർക്കായിട്ട് വേണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്റ്റേജ് എത്തുമ്പോൾ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കണം. ഞാനിപ്പോൾ 2 മിനിറ്റും കൂടെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇനി നമ്മൾ വെക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, പെട്ടെന്ന് തന്നെ അതിൻ്റെ കളർ ചേഞ്ച് ആയി പോകും. നല്ലപോലെ ഡാർക്കായി കഴിഞ്ഞാൽ ചെറിയൊരു കയ്പ്പ് രസം കൂടെ വരും, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ. അപ്പോൾ ഇത് ഇത്ര ആയാൽ മതി. ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്ത് ഇനി ഇത് 2 മിനിറ്റ് ഇരിക്കുമ്പോഴേക്കും ഇതിൻ്റെ കളർ ഒന്നുകൂടി ഡാർക്കായിട്ട് വരും. അപ്പോൾ ഇത് ഞാനൊരു പാനിലേക്ക് മാറ്റുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇത്രയും ഡാർക്കായിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് തൊട്ടുമുന്നത്തെ സ്റ്റേജിൽ ഫ്ലെയിം ഓഫ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതവിടെ ഇരിക്കട്ടെ. അത് ചൂടാറി വരുമ്പോഴേക്കും നമുക്ക് അടുത്ത ലെയർ ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇനിയിപ്പോൾ ഞാനൊരു പാത്രത്തിലേക്ക് ഏകദേശം ഒരു അരക്കപ്പോളം പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ മധുരത്തിനനുസരിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ പഞ്ചസാരയ്ക്ക്. ഇനി ഇതിലേക്ക് ഞാൻ 2.5 കപ്പ് ഫ്രഷ് മിൽക്ക് പശുവിൻ പാൽ ഒഴിച്ചു കൊടുക്കുകയാണ്. ഇതുവരെ ഞാൻ ഫ്ലെയിം ഓൺ ചെയ്തിട്ടില്ല. ഇനി ഈ പാൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. ഫ്ലെയിം ഓൺ ചെയ്യാം. എന്നിട്ട് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം. പഞ്ചസാരയൊക്കെ നല്ലപോലെ ഒന്ന് മെൽറ്റായിട്ട് വരണം. അതുപോലെ തന്നെ നമ്മളിപ്പോൾ 2.5 കപ്പ് പാലാണ് ഒഴിച്ചിട്ടുള്ളത്. അതിലൊരു അരക്കപ്പ് പാലെങ്കിലും ഒന്ന് വറ്റി വരണം. ഒന്ന് വറ്റി എൻ്റെ വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ ഒന്ന് പോയി പഞ്ചസാരയൊക്കെ നല്ലപോലെ മെൽറ്റായി വരണം. അപ്പോൾ ഇടയ്ക്ക് നമുക്ക് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം, മധുരം ഓക്കെ ആണോ എന്ന്. മധുരം കുറവുണ്ടെങ്കിൽ കുറച്ചും കൂടി ഇട്ട് കൊടുത്താൽ മതി. പിന്നെ മധുരത്തിൻ്റെ അളവ് ഓരോരുത്തർക്കും ഓരോന്നായിരിക്കും, നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ച് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഒരു 10-15 മിനിറ്റോളം നമ്മളിതിങ്ങനെ ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഇത് ചെറുതായിട്ടൊക്കെ ഒന്ന് തിളച്ച് ഒന്ന് വറ്റി വന്നിട്ടുണ്ട്. അപ്പോൾ ഇത്ര ആയാൽ മതി. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരുപാട് വറ്റി വരണമെന്നൊന്നുമില്ല. ഇനി ഇതോടെ ഇരിക്കട്ടെ. ഞാൻ വേറെ ബൗളിലേക്ക് 2 കോഴിമുട്ട ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി നല്ലപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം. ഒന്ന് നമുക്ക് ഇങ്ങനെ മിക്സിയിൽ അടിക്കുക, അല്ലെങ്കിൽ ഇലക്ട്രിക് ബ്ലെൻഡറിൻ്റെ ആവശ്യമൊന്നുമില്ല, ബീറ്ററിൻ്റെ ആവശ്യമൊന്നുമില്ല. കൈ വെച്ച് ഒരു ഹാൻഡ് വിസ്ക് വെച്ചിട്ട് ഒന്ന് ബീറ്റ് ചെയ്തെടുത്താൽ മതി. ഒന്ന് നല്ലപോലെ ഒന്ന് മിക്സായി വരണമെന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള പാല്, കോഴിമുട്ട, പഞ്ചസാരയൊക്കെ വെച്ചിട്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന നല്ല സിമ്പിളായിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു പുഡിങ്ങാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഉണ്ടാകുന്ന ഇൻഗ്രീഡിയൻസ് ആണ്. അപ്പോൾ ഞാൻ എഗ്ഗ് ഒന്ന് ബീറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ ഒന്ന് ചൂടാക്കി എടുത്തിട്ടുള്ള പാല് പഞ്ചസാരയുടെ മിക്സ് ഉണ്ടല്ലോ, അത് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം, നല്ല ചൂടുള്ള പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. അപ്പോൾ പാല് ഒന്ന് ചൂടാറിയതിന് ശേഷം മാത്രം നമുക്ക് മുഴുവനായിട്ട് ഈ ഒരു കോഴിമുട്ടയിലേക്ക് ഒഴിച്ചിട്ട് ഒന്നും കൂടെ വിസ്ക് വെച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി ഇതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കണം. 1/4 മുതൽ 1/2 ടേബിൾ സ്പൂൺ വരെ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ആ ഒരു കോഴിമുട്ടയുടെ സ്മെല്ലൊക്കെ പോകും. ഇനിയിപ്പോൾ നമുക്കിത് നമ്മൾ നേരത്തെ കാരമലൈസ് ചെയ്ത് വെച്ചിട്ടുള്ള പഞ്ചസാര ഉണ്ടല്ലോ, അതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ നമ്മളിതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഒരു അരിപ്പയിലൂടെ അരിച്ചിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ കേട്ടോ. കാരണം നമ്മൾ ആ ഒരു എഗ്ഗിൻ്റെ ബാക്കി ഭാഗങ്ങളൊക്കെ അതിൽ കൂടെ പോകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഒന്ന് അരിച്ചിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മൾ സ്റ്റീം ചെയ്തെടുക്കുമ്പോൾ ആ ഒരു വെള്ളം ഇതിലേക്ക് വീഴാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇനി ഇതൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം. അപ്പോൾ ഞാനൊരു സാധാ ഒരു പാനിലാണ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കുന്നത്. ഈ ഒരു പാനിലേക്ക് ഞാനിപ്പോൾ നമ്മുടെ കിച്ചൺ ടിഷ്യൂ ഉണ്ടല്ലോ, അത് ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണം. നമുക്ക് ഏകദേശം ഒരു 20 മിനിറ്റ് ഒന്ന് സ്റ്റീം ചെയ്തെടുക്കണം. അപ്പോൾ അതിനാവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇപ്പോൾ ഏകദേശം ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇനി ഇത് പുറത്ത് വെച്ചതിന് ശേഷം നല്ലപോലെ ചൂടാറിക്കഴിഞ്ഞാൽ 2 മണിക്കൂർ, 1.5 മുതൽ 2 മണിക്കൂർ വരെ ഫ്രിഡ്ജിൽ വെച്ചൊന്ന് സെറ്റ് ചെയ്തെടുക്കണം. ഇപ്പോൾ ഒരു 2 മണിക്കൂർ ഞാൻ ഫ്രിഡ്ജിൽ വെച്ച് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് തുറന്ന് നോക്കാം. ഇതിൻ്റെ സൈഡിൽ പതുക്കെ നമുക്കൊന്നിങ്ങനെ ഒന്ന് കത്തി വെച്ചിട്ടോ അല്ലെങ്കിൽ കൈ വെച്ചിട്ടോ പതുക്കെ ഒന്നിങ്ങനെ സൈഡിൽ നിന്ന് മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ നമുക്ക് ഡിമോൾഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഭയങ്കര സോഫ്റ്റ് ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്.
ഇതുപോലെ ഒന്ന് പതുക്കെ സൈഡിലൊക്കെ ഒന്ന് സൈഡിൽ നിന്നൊക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതൊരു പാത്രത്തിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു പുഡിങ്ങാണിത്. ഇതിൻ്റെ സമയത്ത് നിങ്ങളൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ നമ്മുടെ കമൻറ്റ് ബോക്സിലൊന്ന് എഴുതി അറിയിക്കാം. അപ്പോൾ നമുക്കിനി ഇതുപോലെ അടുത്ത നല്ല റെസിപ്പിയൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.